മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ദിലീപും മോഹൻലാലും ഒരുമിച്ചെത്തിയ ഭാഭാബായും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ കളങ്കാവലിന് തിരിച്ചടിയാകുമെന്ന അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്നാൽ കളക്ഷൻ കണക്കുകൾ പുറത്തുവരുമ്പോൾ കളങ്കാവൽ തന്നെയാണ് തേരോട്ടം തുടരുന്നത്. മലയാള സിനിമാസ്വാദകർക്ക് പുത്തൻ കാഴ്ചവിസ്മയം സമ്മാനിച്ച സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രവും വിനായകന്റെ നായക കഥാപാത്രവുമാണ് ഇന്നെങ്ങും ചർച്ചയാവുന്നത്. മമ്മൂട്ടി സ്റ്റാൻലി എന്ന വില്ലനായി തകർത്താടിയപ്പോൾ പോലീസ് വേഷത്തിൽ വിനായകനും നിറഞ്ഞു നിന്നു. സൈനൈഡ് മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമായ കളങ്കാവലിന് ഇപ്പോഴും ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിക്കുന്നത്. ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ കളങ്കാവൽ ആദ്യ വാരത്തിൽ തന്നെ 50 കോടി ക്ലബിലെത്തിയിരുന്നു. അതിനിടെയാണ് ദിലീപും മോഹൻലാലും ഒന്നിച്ച ആക്ഷൻ കോമഡി ചിത്രം ഭാഭാബ ഡിസംബർ 18 തിയേറ്ററുകളിലേക്ക് എത്തിയത്. മികച്ച ഓപ്പണിംഗ് നേടിയ ചിത്രം ആദ്യ വാരാന്ത്യത്തിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ബോക്സ് ഓഫീസിൽ 8 ദിവസങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം 23 കോടി രൂപയാണ് നേടിയത്. ആഗോളതലത്തിൽ നിന്നും ചിത്രം 50 കോടി കളക്ഷനും നേടി. ഇതോടെ മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിനെ ഭാഭാബ മറികടക്കുമെന്ന് പലരും സൂചിപ്പിച്ചു. എന്നാൽ കളങ്കാവൽ തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യ 8 ദിവസങ്ങൾക്കുള്ളിൽ കളങ്കാവൽ ആഗോളതലത്തിൽ നിന്ന് 66 കോടി രൂപയാണ് നേടിയത്. ദിലീപ് ചിത്രത്തിന് വിപരീതമായി പ്രവൃത്തി ദിവസങ്ങളിൽ ഉൾപ്പെടെ കളങ്കാവൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 21 ദിവസം കൊണ്ട് 83 കോടി രൂപയാണ് കളങ്കാവൽ നേടിയത്. കേരളത്തിൽ നിന്ന് മാത്രം 36.3 കോടി രൂപയും ചിത്രം നേടി. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചിത്രം $3.39 മില്യൺ നേടി. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. കളങ്കാവൽ 100 കോടി ക്ലബിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. പുതിയ റിലീസുകൾ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടെങ്കിലും കളങ്കാവലിന് മികച്ച ബുക്കിംഗ് ലഭിക്കുന്നുണ്ട്. അതിനിടെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ 1-ലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. സോണി ലിവ് OTT റിലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ട്രീമിംഗ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.